മലമടക്കുകളും കാറ്റുപിടിച്ചുലയ്ക്കുന്ന കരിമ്പനകളുമൊക്കെ പാലക്കാടിന് കാവലുണ്ടെങ്കിലും പാലക്കാട്ടെ മഞ്ഞളൂർ ഒരു കാർഷിക ഗ്രാമം തന്നെയാണ്. ഫലവൃക്ഷങ്ങളും മറ്റു വിളകളും നിറഞ്ഞ കൃഷിയിടങ്ങളാണ് മഞ്ഞളൂരിൽ ഏറെയും. വരിക്കച്ചക്ക പ്ലാവുകൾ നിരയിടുന്ന മഞ്ഞളൂരിൽ ചക്കയുടെ മാഹാത്മ്യം എന്തെന്ന് കാട്ടിത്തരുന്ന ഒരു മികച്ച സംരംഭം കഴിഞ്ഞ 14 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. മൃദുവർണ്ണൻ എന്ന ചെറുപ്പക്കാരനായ സംരംഭകന്റെ KK ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനം 2002 മൃദുവർണ്ണൻ ഈ സ്ഥാപനത്തിന് തുടക്കമിട്ടതെങ്കിലും ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ലക്ഷ്യം. എന്നാൽ നിലവിലെ മാർക്കറ്റ് വിപണന മത്സരത്തിൽ നിന്നും ആദായം ലഭിക്കണമെങ്കിൽ വ്യത്യസ്തമായ ഐസ്ക്രീം ഉൽപാദനമാണ് വേണ്ടതെന്നും മൃദുവർണ്ണൻ ചിന്തിച്ചു. ആണ്ടുതോറും എണ്ണമറ്റ തൊടികളിൽ പാഴായി പോകുന്ന ചക്ക ഉപയോഗപ്പെടുത്തി ഐസ്ക്രീം തയ്യാറാക്കിയാൽ എന്തെന്ന ചിന്ത മൃദുവർണ്ണന്റെ മനസ്സിനെ മഥിച്ചുവെങ്കിലും അതിനുവേണ്ട സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അജ്ഞത അദ്ദേഹത്തെ നിരാശനാക്കി. സീസണിൽ മാത്രം ലഭിക്കുന്ന ചക്കയിൽ നിന്നും ഐസ്ക്രീം നിർമ്മാണത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ബേസിക് മെക്കാനിക്കായിരുന്നു. അതായത് എയർ കണ്ടീഷൻ ഐസ്ക്രീം കമ്പനികളുടെ ഫ്രീസർ അങ്ങനെയുള്ള മെക്കാനിക്കായിരുന്നു. വർക്ക് ചെയ്തിരുന്നത് കോയമ്പത്തൂർ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരായിരുന്നു. 15 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഐസ്ക്രീം കമ്പനി ഇവിടെ തുടങ്ങിയാൽ വിജയിക്കുന്നൊരു ആശയം കൊണ്ട് ഒരു ഐസ്ക്രീം കമ്പനി 2007 സാധാരണ ലെവലിലുള്ള ഐസ്ക്രീം മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് വൻകിട കമ്പനിയായിട്ട് കോമ്പറ്റ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഐസ്ക്രീം ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, നമ്മളുടെ കർഷകർക്കും അല്ലെങ്കിൽ നാടൻ വിഭവങ്ങൾ ഐസ്ക്രീം എന്നുള്ളത് സാധാരണ ഫോറിൻ വിഭവം അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ വിഭവങ്ങളാണ്. സ്ട്രോബെറി, പിസ്ത അങ്ങനെ എല്ലാം വ്യത്യസ്ത വിദേശ പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ നാടൻ വിഭവമായ മാങ്ങ, ചക്ക ആണ് എൻ്റെ മനസ്സിൽ ഉദിച്ചത്. അപ്പോൾ ചക്കയുടെ ഐസ്ക്രീം നിർമ്മിച്ചാൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുമോ? കാരണം മലയാളികൾ ചക്കയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ചക്ക വെട്ടി കൊടുത്ത് ചുള പറിച്ചു കൊടുത്താൽ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുക, ഞാനടക്കം അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഐസ്ക്രീം ചെയ്താൽ എത്ര പോപ്പുലാരിറ്റി കിട്ടും എന്നുള്ളതിൻ്റെ ആവശ്യം മനസ്സിൽ ഉദിച്ച് അത് അന്വേഷിച്ച് പൾപ്പിന് ചക്കയിലെ ഫ്ലേവർ വെച്ച് ചെയ്ത് നോക്കി, സക്സസ് ആയില്ല. പിന്നെ പൾപ്പ് അന്വേഷിച്ചു ഞാൻ കുറേ വർഷം, ഒരു 4 വർഷത്തോളം പൾപ്പ് ചക്കയിൽ വേറെ ചക്ക ആഡ് ചെയ്യാനുള്ള അന്വേഷിച്ച് എവിടെയും കിട്ടാതായി. വയനാടുള്ള ഉറവ് എന്ന സംഘടനയിലെ CD സുനേഷും നമ്മുടെ ഒരു ഫ്രണ്ട് ജോൺസൺ ചേട്ടനും കൂടി ചേർന്ന് അന്ന് ഞങ്ങൾ മഹാരാഷ്ട്രയിലെ കുടാൾ എന്ന സ്ഥലത്ത് പോയി പൾപ്പുണ്ടാക്കുന്ന വിദ്യ മനസ്സിലാക്കുകയും അങ്ങനെ ചക്കയുടെ പൾപ്പ് 100 കിലോ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ ഐസ്ക്രീമിൽ ആഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി നോക്കി. വളരെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് ചക്ക ഐസ്ക്രീം നമ്മൾ മാർക്കറ്റിൽ ഇറക്കി പരീക്ഷിച്ചത്. തുടക്കത്തിൽ 100 കിലോഗ്രാം ചക്കപ്പൾപ്പാണ് ഐസ്ക്രീം നിർമ്മാണത്തിനായി ഉപയോഗിച്ചതെങ്കിൽ 2015 1500 കിലോഗ്രാം പൾപ്പാണ് പ്രയോജനപ്പെടുത്തിയത്. 2016 2000 കിലോഗ്രാം പൾപ്പിലൂടെയും ഐസ്ക്രീം രുചി ഉപഭോക്താക്കളുടെ നാവിലെത്തി. 2015 ആറന്മുള ദേശീയ ചക്ക മഹോത്സവത്തിൽ ഈ ചക്ക ഐസ്ക്രീമുമായി എനിക്ക് അവിടെ പങ്കെടുക്കാനൊരവസരം ശ്രീ കുമ്മനം രാജശേഖരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. അവിടെ ഞാൻ കണ്ടത്, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആ പരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടത് ചക്ക വരവ്, അതായത് ചക്കകളെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി വലിയ ഘോഷയാത്രയായി ആ നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്നത് ഞങ്ങൾ. അതിൻ്റെ പേര് അവർ ചക്ക വരവ് എന്നൊരു പേരുവിട്ട് അത് ജനങ്ങൾ ഒരുപാട് സ്വീകരിക്കുകയും നമ്മളെന്താ പറയുക, ഈ തൃശ്ശൂർ പൂരം കാണാൻ നിൽക്കുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി ജനങ്ങൾ മുഴുവൻ ചക്കയിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനും ഒപ്പം പ്രകൃതി സ്നേഹിയായതുകൊണ്ട് ഇത് ബിസിനസ്സിലേക്ക് കൂടി ഉൾക്കൊള്ളിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരു ആശയം മനസ്സിൽ വരികയും ചക്കവണ്ടി എന്ന ആശയം അത് മനസ്സിലേക്ക് ഉദിച്ചത് ആ കുമ്മനം രാജശേഖരൻ സാറിൻ്റെ ആ പ്രോഗ്രാമിലൂടെയാണ്. ചക്ക മഹോത്സവം എന്ന ആ പ്രോഗ്രാമിലൂടെ എനിക്ക് ഈ ആശയം മനസ്സിലൊതുക്കി. അങ്ങനെ ഞാൻ 1-2 വർഷം ഇതിനു വേണ്ടി എങ്ങനെ ചെയ്യാമെന്നുള്ള ആലോചനകൾക്കൊടുവിലാണ് ചക്കവണ്ടി എന്ന ആശയം മനസ്സിൽ വന്നത്. ആറന്മുളയിൽ നടന്ന ദേശീയ ചക്ക മഹോത്സവത്തിൽ KK ഫുഡ് പ്രോഡക്ട്സിന്റെ ചക്ക ഐസ്ക്രീമുകൾ നിരയിട്ടപ്പോൾ ജനങ്ങൾക്ക് അതേറെ കൗതുകം പകർന്നു.
പ്രദർശന സ്റ്റാളിലേക്ക് 4 ദിവസത്തെ വിൽപ്പനയ്ക്കായി എത്തിച്ച ഐസ്ക്രീമുകൾ 2 ദിവസം കൊണ്ട് പൂർണ്ണമായും വിറ്റുതീർന്നു. ആ ജനകീയമായ അംഗീകാരം മൃദുവർണ്ണനെ ഈ സംരംഭത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രേരണയായി മാറി. വാനില, ചോക്കോബാർ, മാംഗോ ബാർ, സ്ട്രോബെറി തുടങ്ങിയ വ്യത്യസ്തമായ രുചികളിൽ ബോൾ, കോൺ രൂപത്തിലെല്ലാം തന്നെ KK ഫുഡ് പ്രോഡക്ട്സ് ചിക്കൂസ് ഐസ്ക്രീം തയ്യാറാക്കുന്നു. പാലക്കാട് ജില്ല കൂടാതെ വയനാട്, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും KK ഫുഡ് പ്രോഡക്ട്സിന്റെ ചക്ക ഐസ്ക്രീമുകൾ വൻ ഡിമാൻഡോടെ വിറ്റുപോകുന്നു. മഞ്ഞളൂരിലും സമീപ ഗ്രാമങ്ങളിൽ നിന്നുമാണ് മൃദുവർണ്ണൻ ചക്കകൾ ശേഖരിക്കുന്നത്. മൂത്തുപാകമായ വരിക്ക ചക്കകളാണ് പൾപ്പിനായി തെരഞ്ഞെടുക്കുക. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് ചക്ക വാങ്ങുന്നതിനാൽ കർഷകർക്കും നല്ല ആദായം ലഭ്യമാകുന്നു. നിർമ്മാണ യൂണിറ്റിലേക്ക് എത്തുന്ന ചക്കകൾ ആദ്യം തന്നെ ബ്രഷ് ഉപയോഗിച്ച് നന്നായി തുടച്ച് മണ്ണും പൊടിയും കളഞ്ഞ് കഴുകിയ ശേഷം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ചക്കയെ ചെറു കഷ്ണങ്ങളാക്കി അതിലെ അരക്കുകൾ തുടച്ച് ചക്കച്ചുള, കുരു, ചകിണി എന്നിവ തരംതിരിക്കുന്നു. ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ചക്കച്ചുള ആവശ്യത്തിനടുത്ത് പൾപ്പാക്കി മാറ്റുകയും തുടർന്ന് ഐസ്ക്രീം ആക്കുകയും ചെയ്യുന്നു. നിർമ്മാണ യൂണിറ്റിലെ വൃത്തിക്കും വെടിപ്പിനും മൃദുവർണ്ണൻ ഏറെ പ്രാധാന്യം നൽകുന്നു. യൂണിറ്റിലെ നിർമ്മാണ പ്രവർത്തനം സദാ നിരീക്ഷിക്കുന്നതിനായി CCTV ക്യാമറയും സ്ഥാപിച്ചിരിക്കുന്നു. ചക്കയുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ചക്കയുടെ എല്ലാ ഭാഗങ്ങളും, അതായത് പ്ലാവിൻ്റെ ഇല മുതൽ തടി മുതൽ വേര് മുതൽ ചക്ക വരെ, ചക്കയുടെ എല്ലാ ഭാഗങ്ങളും പ്ലാവിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നല്ലെങ്കിൽ ഓരോരുത്തർക്കും ഉപകാരപ്രദമായി മാറ്റാവുന്നതാണ്. തെങ്ങിനേക്കാളും നല്ല കൽപ്പവൃക്ഷം ചക്കയാണെന്നാണ് ഞാൻ പറയുകയാണെങ്കിലും അത് തെങ്ങും കൽപ്പവൃക്ഷമാണ്. കേരളം തെങ്ങിൻ്റെ നാടാണ്. ഒപ്പം ചക്കയുടെ നാടായി മാറണം. അതിനെല്ലാവരും പ്ലാവും തൈ വെച്ച് പ്ലാവിനെ നട്ടു വളർത്തി ഇനി തേങ്ങയേക്കാളും വിലവർദ്ധനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ചക്ക കൊണ്ട് കഴിയും. ചക്കയുടെ മുള്ള് കൊണ്ട് നമുക്ക് നല്ല ദാഹശമനി ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാവരും കരുതി മുള്ള് ഒഴിക്കുകയെ ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്നാണ് പൊതുവെയുള്ള ധാരണ. അതല്ല, മുള്ള് കൊണ്ട് ദാഹശമനി ഉണ്ടാക്കാൻ പറ്റും. അറക്ക് കൊണ്ട് അതിൻ്റെ പശ കൊണ്ട് നമ്മൾ ഏതെങ്കിലും പൊട്ടിപ്പോയ പാത്രങ്ങളുടെ ഹോൾ അടയ്ക്കാനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ ചക്കക്കുരു കൊണ്ടുള്ള പലതരം ഉൽപ്പന്നങ്ങൾ, ചക്കക്കുരു കൊണ്ട് പുട്ടുപൊടി, അവിലോസുണ്ട, ചക്കക്കുരു കൊണ്ട് അച്ചാർ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കാം. ചക്കക്കുരു മാത്രം എടുത്ത് നല്ല പ്രോട്ടീനാക്കാം. അതിൻ്റെ ചക്കക്കുരു ഉണക്കി പൊടിച്ച പൊടി കൊണ്ട് ദോശമാവിലും ഇഡ്ഡലി മാവിലും മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചക്കക്കുരു ക്യാൻസറിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കുരു ഡെയിലി ദോശമാവിലും ഇഡ്ഡലി മാവിലും മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. അങ്ങനെ ഒരുപാട് ചക്കച്ചോള എല്ലാം മടൽ കൊണ്ട് മിക്സർ, ജെല്ലി, ജാം, സ്കോഷ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ചക്കയുടെ ഒരു ഭാഗവും ഇവിടെ പാഴാക്കുന്നില്ല. ചക്കക്കുരു മസാല, അച്ചാർ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന ചക്ക ചിപ്സ്, ചക്കക്കുരു ശർക്കര വരട്ടി, ചക്ക ശർക്കര വരട്ടി, ജെല്ലി, ജാം, സ്ക്വാഷ്, അങ്ങനെ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് മൃദുവർണ്ണൻ ചെയ്യുന്നത്. എല്ലാ സീസണിലും ചക്ക ലഭിക്കുന്നതിലേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഐസ്ക്രീം ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി ചക്ക അന്വേഷിച്ച് വന്നപ്പോൾ പലതരത്തിലുള്ള ചക്കയും അത് എല്ലാ സമയത്തും കിട്ടുന്ന വിധത്തിലായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ബെഡ് പ്ലാവ് ഇങ്ങനെ ഇപ്പോൾ മാവെല്ലാം ബെഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയത്തും നല്ല രീതിയിൽ മാങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബെഡ് പ്ലാവ് അന്വേഷിച്ച് പുത്തൂരുള്ള, അതായത് മംഗലാപുരം ജാക്ക് അനിൽ എന്ന നമ്മുടെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്നും 5 വെറൈറ്റി പ്ലാവിൻ തൈ ഇറക്കുകയും 10 നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് വിൽപ്പന നടത്തി ഞാൻ എൻ്റെ തോട്ടത്തിലും കുറേ പ്ലാവിൻ തൈ വെച്ച് പിടിപ്പിക്കുകയും അങ്ങനെ എല്ലാ സമയത്തും ഒരേപോലെയുള്ള ചക്ക കിട്ടുന്ന പ്ലാവിൻ തൈകളും, ചുവന്ന ചക്ക ഏർലി സീസണ് മുമ്പ് കായ്ക്കുന്നത്, അതല്ലാതെ കറയില്ലാത്ത ഇറക്കില്ലാത്ത ചക്ക, അധികം പൊക്കം വയ്ക്കാത്ത കുള്ളം പ്ലാവ്, അങ്ങനെ 4-5 വെറൈറ്റി പ്ലാവിൻ തൈ പ്രചരിപ്പിക്കുകയും അതിപ്പോൾ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
ഒരേ ടേസ്റ്റുള്ള ഒരേ ചക്ക എല്ലാ സമയത്തും കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ചക്ക ഉൽപാദനത്തിന് പ്രചാരമേകുക എന്ന ലക്ഷ്യത്തോടെ 6 തരം പ്ലാവിൻ തൈകൾ KK നഴ്സറിയിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു പോകുന്നു. ഓൾ സീസൺ എന്നാണ് ഈ തൈകളുടെ ബഡ് തൈകളുടെ പേര്. പക്ഷേ എല്ലാ സമയത്തും, അതായത് സീസൺ ഇല്ലാതെ എല്ലാ സമയത്തും കായ ഉണ്ടാകുന്ന ഒരുതരം വരിക്കയുടെ ബഡ് തൈയാണ്. സീസണ് 2-3 മാസം മുൻപേ കായ തുടങ്ങുന്ന ഒരുതരം വരിക്കയുടെ ബഡ് തൈ തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്ന തൈകൾ റെഡ് ജാക്ക് എന്ന് പറയും. അതായത് ചക്കയുടെ ചുവന്ന നിറത്തിലുള്ള ചുളയായിരിക്കും ഈ പ്ലാവിൻ്റെ നിന്ന് കിട്ടുക. ഇത് ഗംലെസ് എന്ന് പറയുന്ന ഒരുതരം ബഡ് പ്ലാവിൻ തൈയാണ്. ഇതിലുണ്ടാകുന്ന ചക്കയിൽ ഉണ്ടാവില്ല. അതായത് ഗംലെസ് എന്ന് പറയുന്ന ഈ തൈക്ക്. ഇത് കുള്ളൻ വരിക്ക, അതായത് വലിയ ഉയരത്തിലേക്ക് ഇത് പടർന്നു പോവില്ല. താഴത്തു നിന്ന് തന്നെ കായ പറിക്കാൻ പറ്റാവുന്നതാണ് ഈ കുള്ളൻ വരിക്ക എന്ന് പറയുന്ന ഈ പ്ലാവിൻ തൈ. ചെമ്പടുക്ക് എന്നാണ് ഈ പ്ലാവിൻ തൈയുടെ പേര്. ഇതും ബഡ് തൈയാണ്, 3 വർഷത്തിൽ കായ്ക്കുന്നതാണ്. പക്ഷേ ഇതിലുണ്ടാകുന്ന ചക്കയുടെ ചുളയ്ക്ക് അല്പം പുളിരസമുള്ള മധുരമായിരിക്കും. ഓറഞ്ചിൻ്റെ അതുപോലുള്ള മധുരമായിരിക്കും. എന്നിങ്ങനെ 6 തരം പ്ലാവിൻ തൈകളിലൂടെ വരും കാലങ്ങളിൽ സംജാതമാകുന്ന ഒരു ചക്ക വിപ്ലവത്തെ തന്നെ KK നഴ്സറി വിഭാവനം ചെയ്യുന്നു. ചക്കവണ്ടിയുമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ ചക്കവണ്ടി സെറ്റ് ചെയ്ത് എല്ലാ ചിലവും ഞാനെടുത്ത് വണ്ടി ഫുൾ കണ്ടീഷനിൽ സെറ്റ് ചെയ്ത ശേഷം ഞങ്ങളുടെ JPC ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നുള്ള സംഘടന, തിരുവനന്തപുരത്ത് ആസ്ഥാനമായുള്ള സംഘടനയിലെ CD സുനീഷ്, ആൻ്റണി സാറ്, ശ്രീഭദ്ര, അതുപോലെ പങ്കജാക്ഷൻ, ഇവരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയെ ഞാൻ അറിയിച്ചു ഇങ്ങനെ ഒരു പ്രോഗ്രാം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് പാലക്കാട് കുറച്ച് പ്രദേശത്ത് കറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് സെറ്റ് ചെയ്തത്. പക്ഷേ അവരത് ഏറ്റെടുത്ത് കേരളം മുഴുവൻ കൊണ്ടുപോകുന്ന നടക്കുന്ന വിധത്തിലുള്ള വൻ വിജയമാക്കി തന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, തോമസ് ഐസക്, ധനമന്ത്രി തോമസ് ഐസക്, കൃഷിമന്ത്രി സുനിൽകുമാർ, ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2016 ജൂലൈ 11 തീയതി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഡിസംബർ 15 തീയതി കാസർഗോഡ് അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള യാത്ര പ്ലാൻ ചെയ്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുകയും ഏകദേശം 250ഓളം സ്കൂളുകൾ കവർ ചെയ്തു, 30ഓളം കോളേജുകൾ കവർ ചെയ്തു, റെസിഡൻസ് അസോസിയേഷൻ, കൃഷിഭവൻ, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്ത് എല്ലാവർക്കും നല്ല സ്വീകാര്യതയും പത്രമാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും ചക്കവണ്ടിക്ക് കഴിഞ്ഞു. ചക്കവണ്ടി പോകുന്ന വഴിക്കെല്ലാം ആൾക്കാർ ചക്കയെക്കുറിച്ചുള്ള ഒരു ജംഗ്ഷനിലെത്തി ചക്കവണ്ടി കണ്ട പിന്നെ അവിടുത്തെ സംസാര വിഷയം മുഴുവൻ ചക്കയെ പറ്റിയാവുകയും അങ്ങനെ ചക്ക ഒരു ചർച്ചയായി മാറ്റി ചക്ക വിളംബര യാത്ര എന്ന പേരിലായിരുന്നു ഞങ്ങൾ ചക്കവണ്ടി പ്രയാണം നടത്തിയത്. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ ഒരു അവസരമാക്കി, ചക്കയുടെ പ്രാധാന്യം കൂടുതൽ എത്തിക്കാനും അതുമാത്രമല്ല ഒരുപാട് പ്രൊഡക്റ്റ് ചക്കയുടെ വണ്ടിയിലൂടെ വിൽപ്പന നടത്താനും പ്ലാവിൻ തൈകൾ വിൽപ്പന നടത്താനും ഒരുപാട് കുട്ടികൾക്ക് ബോധവൽക്കരണം ചെയ്യാനും എൻ്റെ ഈ ചെറിയൊരു ആശയം ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഇത് കേരളം മൊത്തം പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി. ചക്കയുടെ ഇന്നത്തെ പ്രാധാന്യവും അത് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മൃദുവർണ്ണൻ നടത്തിയ ചക്ക വിളംബര യാത്ര ശ്രദ്ധേയമായി. ഇതിനായി തയ്യാറാക്കിയ ചക്കവണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി തോമസ് ഐസക്, മന്ത്രി സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലൂടെയും പ്രയാണം നടത്തിയ ചക്കവണ്ടിക്ക് വൻ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. ഈ ചക്കവണ്ടിയിൽ KK ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളല്ലാതെ മറ്റ് ചെറുകിട യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളും വിൽക്കാറുണ്ടോ? ഇതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചക്കയായിട്ട് ബന്ധപ്പെട്ട് ചക്കയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല ക്വാളിറ്റിയായിട്ട് ചക്കയായിട്ട് തന്നെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഈ വണ്ടിയിൽ വെച്ച് വിൽപ്പനയുണ്ട്. അത് കൂടുതലും വീട്ടമ്മമാർ, വീട്ടിൽ നാട്ടിൻപുറത്ത് അറിയപ്പെടാത്ത വീട്ടമ്മമാർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഈ ചക്കവണ്ടിയിലൂടെ പ്രചരിപ്പിക്കുകയും അവർക്ക് ഒരുപാട് ഓർഡറുകൾ, ഡീലർഷിപ്പ് എൻക്വയറി ഒരുപാട് കിട്ടുകയുണ്ട്. ഇടുക്കിയിൽ നിന്നും 2-3 പേര്, തിരുവനന്തപുരത്ത് നിന്ന്, കോട്ടയം, പത്തനംതിട്ട, അങ്ങനെ എല്ലാ ജില്ലയിലും, പാലക്കാട്ടിൽ നിന്നും
കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുടെ പ്രൊഡക്റ്റുകളും ഈ വണ്ടിയിലൂടെ വിൽക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഇപ്പോൾ ഈ വണ്ടി വന്നതോടുകൂടി കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാനും, ഇതുവരെ അവർ പറഞ്ഞത് ഞങ്ങൾ ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് അറിയുന്ന ആ ഏരിയയിൽ മാത്രം വിൽപ്പനയുള്ളൂ. ഇതിപ്പോൾ കേരളം മുഴുവൻ എത്തിക്കാൻ പറ്റി. ഞങ്ങൾ എല്ലാവരുടെ പേരും അഡ്രസ്സും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നവരെല്ലാം അവരെ വിളിച്ച് നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും, അപ്പോൾ അതിൻ്റെ കൂടുതൽ പാക്കിങ്ങിലും മറ്റ് പ്രൊഡക്ഷൻ ഇതിലും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ചക്കയായിട്ട് ബന്ധപ്പെട്ട് ആരെല്ലാം ചക്കയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആ പ്രോഡക്റ്റെല്ലാം ഈ വണ്ടിയിൽ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റിൽ, കാരണം ഇതിൽ വേറെ ഗവൺമെൻറ്റിൻ്റെ മോറൽ സപ്പോർട്ട് അല്ലാതെ സാമ്പത്തിക സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചക്കവണ്ടി മുന്നോട്ട് പോകുന്നത്. ഏകദേശം 4 പേര് സ്ഥിരം പണിയുണ്ട്. ചക്കയിലെ ഒരു ഡ്രൈവറും 3 സെയിൽസ്മാൻമാർ, 4 പേര് സ്ഥിരം പണി ജോലി അവർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. കേരളം മുഴുവൻ സഞ്ചരിക്കുന്നു. KK ഫുഡ് പ്രോഡക്ട്സിന്റെ ചക്ക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഓരോ ജില്ലയിലെ ചെറുകിട യൂണിറ്റുകളും വീട്ടമ്മമാരും തയ്യാറാക്കിയ വൈവിധ്യങ്ങളായ ചക്ക ഉൽപ്പന്നങ്ങളും ചക്കവണ്ടിയിലുണ്ട്. ചക്ക വിഭവങ്ങളുടെ വിശദമായ ലിസ്റ്റ് വണ്ടിയുടെ പുറത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചക്ക ഉൽപ്പന്നങ്ങൾക്കൊപ്പം വണ്ടിയിൽ നിന്നും പ്ലാവിൻ തൈകളുടെ വിതരണവും നടത്തുന്നു. പ്ലാവിൻ തൈകളുടെ വിതരണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് വിദ്യാലയങ്ങളെയാണ്. 175ഓളം സ്കൂളുകളിലാണ് ഇതുവരെ ചക്കവണ്ടി പ്ലാവിൻ തൈകളുമായി എത്തിയത്. ഇതിനകം 3000-ലേറെ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ചക്കവണ്ടിയിൽ ഇപ്പോഴുള്ള ശീതീകരണ സംവിധാനത്തിന് പുറമെ യാത്രാവേളയിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ തയ്യാറാക്കൽ, പാക്കിംഗ്, ചക്കയുടെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ തുടങ്ങിയ ബൃഹത് പദ്ധതികളാണ് മൃദുവർണ്ണൻ എന്ന ഈ സംരംഭകൻ ലക്ഷ്യമിടുന്നത്. തേൻ കൃഷിഭവൻ്റെ കീഴിൽ ഒരുപാട് പ്ലാവുകളുണ്ട്. അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ചക്കകളും വേസ്റ്റായാണ് പോകുന്നത്. അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ചക്ക എന്ന് പറയണത് ചക്കയുടെ കുരു തൊട്ട് മടൽ വരെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ് ചക്ക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലവും കൂടിയാണ് ചക്ക. അപ്പോൾ അതിനെ മനസ്സിലാക്കി ഈ 2 വർഷം മുന്നെയാണ് നമ്മുടെ ശ്രീ മൃദുവർണ്ണൻ നമ്മുടെ കൃഷിഭവനായിട്ട് ചക്കയുടെ ഒരു പുതിയ വിഭവമായ, നമ്മളെങ്ങും ആ സമയത്തൊന്നും കേട്ടിട്ടില്ല, ചക്കയുടെ ഐസ്ക്രീം എന്ന ഒരു ആശയവുമായിട്ട് നമ്മളെ സമീപിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏത് സ്കീമിൽ നിന്നാണ് നമുക്കിത് സഹായിക്കാൻ പറ്റുക എന്നുള്ളത് കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ആത്മ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ആത്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അപ്പം കൃഷി വകുപ്പിൻ്റെ സാധാരണ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് സ്കീമുകൾ തരും, അത് നടപ്പിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആത്മ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനും പ്രോസസ്സിങ് എന്നുള്ളതിനൊക്കെ ഒരുപാട് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുള്ള ഫണ്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. KK ഫുഡ് പ്രോഡക്ട്സിന്റെ അക്കൗണ്ട്സ് വിഭാഗത്തിലും ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തന പഥങ്ങളിലുമെല്ലാം തന്നെ ഒരു കൈ സഹായവുമായി മൃദുവർണ്ണന്റെ പത്നി ഷീജയുമുണ്ട്. ഒഴിവുവേളകളിൽ അച്ഛനെ സഹായിക്കാൻ മൃദുവർണ്ണന്റെ മക്കളായ അനുഷ്കയും ആംഷികയും കൂട്ടിനെത്തുന്നു. ഏറെ പോഷകഗുണവും ഇന്ന് മലയാളിയുടെ ഭക്ഷണചര്യയിൽ പരമപ്രധാനമാകേണ്ടതുമായ ചക്കയുടെ പ്രചാരണമാണ് ഒരു സംരംഭകൻ എന്നതിനപ്പുറം മൃദുവർണ്ണൻ കാണുന്നത്. ആണ്ടുതോറും പുരയിടങ്ങളിൽ വീണു പാഴാകുന്ന ചക്കയെ കണ്ടിട്ടും കാണാതെ പോകുന്ന നമുക്ക് മുൻപിൽ മൃദുവർണ്ണൻ തുറന്നിടുന്ന ഈ സന്ദേശജാലകത്തിന്റെ ഉൾക്കാഴ്ചകളും ചെറുതല്ല. ഒരു തൊഴിൽ സംരംഭം എന്നതിനപ്പുറം ആരോഗ്യപൂർണമായ ഒരു കേരളം എന്ന പ്രത്യാശ ഇവിടെ പരക്കുമ്പോൾ പാലക്കാട്ടെ മഞ്ഞളൂരുള്ള KK ഫുഡ് പ്രോഡക്ട്സും അതിന്റെ അമരക്കാരനായ മൃദുവർണ്ണനും മലയാളിക്ക് മുന്നിൽ മാതൃകയാകുന്നു.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ധനസഹായം. പച്ചക്കറി കൃഷിയിലെ രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര ടെക്നോളജി മിഷന് കീഴിൽ നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നവീകരിക്കുന്നതിനും നാളികേര വികസന ബോർഡ് ധനസഹായം നൽകുന്നു. SC/ST സ്ത്രീ സംരംഭകർക്ക് പദ്ധതി ചെലവിന്റെ 33.3%, മറ്റ് സംരംഭകർക്ക് പദ്ധതി ചെലവിന്റെ 25% എന്ന നിരക്കിൽ 50 ലക്ഷത്തിൽ കവിയാത്ത തുകയാണ് ധനസഹായമായി നൽകുന്നത്. താൽപര്യമുള്ള സംരംഭകർ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, NGO, വ്യക്തികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അർഹമായ സഹായം നൽകുന്നു. തൂൾ തേങ്ങ, വെർജിൻ വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽപ്പൊടി, റെഡി ടു ഡ്രിങ്ക് തേങ്ങാപ്പാൽ ജ്യൂസ്, പാക്ക് ചെയ്ത കരിക്കിൻ വെള്ളം, ചിരട്ടപ്പൊടി, ചിരട്ടക്കരി തുടങ്ങി വിപണിയിൽ ഏറെ ഡിമാൻഡുള്ളതും നൂതനവുമായ നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കാണ് ധനസഹായം നൽകുന്നത്. കർഷകരിൽ നിന്നും സംഭരിച്ച നാടൻ ഇനം പച്ചക്കറികളായ ഏളവൻ, മത്തൻ, വെള്ളരി എന്നിവ മൊത്തമായി കോഴിക്കോട് വെങ്ങേരി മാർക്കറ്റിൽ ലഭ്യമാണ്. ജില്ലയിലെ കൃഷിഭവനുകളുടെ നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളാണ് ഹോർട്ടികോർപ്പ് സംഭരണ കേന്ദ്രത്തിലൂടെ വിതരണം ചെയ്യുന്നത്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04962374 157. പച്ചക്കറി കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം ഈ മാസം 29-ന് പരിശീലനം നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04692662 കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഏപ്രിൽ 29-ന് ഏകദിന കൂൺ കൃഷി പരിശീലനം നടത്തുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8086639281. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാർഡിൽ നാളെ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04692662 മേൽത്തരം വിത്ത് തേങ്ങകൾ പാകി തയ്യാറാക്കിയ അത്യുൽപാദന ശേഷിയുള്ള കുറിയ, നെടിയ, സങ്കരയിനത്തിൽപ്പെട്ട മലയൻ പച്ച, മലയൻ ഓറഞ്ച്, മലയൻ മഞ്ഞ, T/D തൈകൾ നാളികേര ഉൽപാദന കമ്പനികളിൽ നിന്നും ലഭ്യമാണ്. നാളികേര വികസന ബോർഡിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളവയാണ് നാളികേര ഉൽപാദന കമ്പനികൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9449541995, മറ്റൊരു നമ്പർ 9249735593. കൃഷി വകുപ്പും ഹോർട്ടിക്കൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും സംയുക്തമായി തേനീച്ച വളർത്തുന്നതിനുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ച് ഈ മാസം 29-ാം തീയതി തിരുവനന്തപുരം ആനയറ സമേതിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് തേനീച്ച കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047123569695, മൊബൈൽ നമ്പർ 9447398085. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യ കർഷക വികസന ഏജൻസി മുഖേന മത്സ്യകൃഷിക്ക് ധനസഹായം നൽകുന്നു.
കർഷകർക്ക് കട്ല, രോഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ് എന്നിവ സൗജന്യമായി പഞ്ചായത്ത് തലത്തിൽ ലഭ്യമാക്കുന്നു. ഇത് കൂടാതെ തീറ്റ സബ്സിഡിയും പരിശീലനവും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471230829. കൊല്ലം ജില്ലാ ഭരണ സിരാ കേന്ദ്രത്തിന് സമീപം 3.62 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊല്ലം റീജിയണൽ പൗൾട്രി ഫാമിൽ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ കർഷകർക്ക് ലഭ്യമാണ്. ടർക്കി കോഴി വളർത്തൽ തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുക്കുന്നവർക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടർക്കി ഫാമിൽ നിന്നും 1 ദിവസം പ്രായമുള്ള ടർക്കി കോഴി കുഞ്ഞുങ്ങൾ മുതൽ 4 മാസം പ്രായമുള്ള ടർക്കി കോഴികളെയും ഇറച്ചി പ്രായത്തിലുള്ള ടർക്കി കോഴികളെയും വിതരണം ചെയ്യുന്നു. മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ഫാമിലും ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047427999222. മറ്റൊരു നമ്പർ 048723670344. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,700 രൂപ, കോഴിക്കോട് 14,300, തൃശൂർ 12,600. കൊപ്ര കൊച്ചി 8,570 രൂപ, കോഴിക്കോട് 9,100, തൃശൂർ 8,575 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 55,500, കുരുമുളക് ഗാർബിൾഡ് 58,500. ചുക്ക് മീഡിയം 12,000 രൂപ, ചുക്ക് ബെസ്റ്റ് 13,000. മഞ്ഞൾ സേലം 8,800 രൂപ, മഞ്ഞൾ ഈറോഡിൽ 9,200 രൂപ. അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 12,700 രൂപ, കൊപ്ര 8,570, പിണ്ണാക്ക് എക്സ്പെല്ല 2,300, പിണ്ണാക്ക് റോട്ടറി 2,700, കുരുമുളക് അൺഗാർബിൾഡ് 55,500, കുരുമുളക് ഗാർബിൾഡ് 58,500. ചുക്ക് മീഡിയം 12,000 രൂപ, ചുക്ക് ബെസ്റ്റ് 13,000, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 230 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 390 മുതൽ 420 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 600 രൂപ വരെ. ഗ്രാമ്പു 700 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000, ഒട്ടുപാൽ 9,100, ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം. വിദേശ കുരുമുളക് ഇറക്കുമതിയെക്കുറിച്ചുള്ള ഭീതിയിൽ ചെറുകിട സ്റ്റോക്കിസ്റ്റുകൾ ഉൽപ്പന്നം വിറ്റഴിക്കാൻ തിടുക്കം കാണിച്ചത് വിപണിയെ സമ്മർദ്ദത്തിലാക്കി. ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ് 55,500 അൺഗാർബിൾഡ് മുളകിന്റെ വിപണനം തുടങ്ങിയത്. 3 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 1,700 രൂപയുടെ വില തകർച്ച കുരുമുളകിന് നേരിട്ടു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിന് കൂടുതൽ ചരക്കിറങ്ങിയത് വാങ്ങലുകാർക്ക് ആശ്വാസമായി. 52,577 കിലോഗ്രാം ഏലക്കയുടെ ലേലം ഇന്ന് നടന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും മികച്ച ഇനങ്ങൾ കിലോ 1,211 രൂപയ്ക്കും ശരാശരി ഇനങ്ങൾ 953 രൂപയ്ക്കും കൈമാറി. തമിഴ്നാട്ടിൽ ഇന്ന് വെളിച്ചെണ്ണ വില ഉയർന്നെങ്കിലും വിൽപ്പന ചുരുങ്ങിയത് മൂലം കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിൽ എണ്ണവില 100 രൂപ താഴ്ന്നു. അതേസമയം കോഴിക്കോട് നിരക്ക് സ്റ്റഡിയാണ്. ടയർ കമ്പനികളും ഉത്തരേന്ത്യൻ വ്യവസായികളും റബ്ബർ മാർക്കറ്റിൽ നിലയുറപ്പിച്ചെങ്കിലും ഷീറ്റ് വിലയിൽ മാറ്റമില്ല. കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം നാമമാത്രമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 27. കൊച്ചി 33.8, 27.4. ആലപ്പുഴ 36.2, 24.2. പുനലൂർ 35.4, 25.2. തിരുവനന്തപുരം കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.